നമ്മളിന്ന് അടുത്തൊരു യാത്ര പോവുകയാണ്. നമ്മളിന്ന് പോകുന്നത് തൊടുപുഴ ഭാഗത്തേക്കാണ്. ഒരു ദിവസം മാറ്റി വെക്കുവാണെങ്കിൽ തൊടുപുഴയിൽ എന്തൊക്കെ കാണാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ രാവിലെ തന്നെ വണ്ടിയൊക്കെ എടുത്ത് സെറ്റായിട്ട് നമ്മളൊരു 6 മണിയാകുമ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. സൂര്യൻ ഉദിച്ചു വരുന്നതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ നല്ല ഭംഗിയാണ്. നിങ്ങൾ കഴിയുന്ന യാത്ര പോകുമ്പോൾ അത് രാവിലെ തന്നെ പോകാൻ വേണ്ടി ശ്രമിക്കുക. എറണാകുളത്ത് നിന്ന് മൂവാറ്റുപുഴ റൂട്ട് വഴിയാണ് നമ്മളിന്ന് തൊടുപുഴയിലേക്ക് പോകുന്നത്. തൊടുപുഴയിൽ ഒരു ദിവസത്തിലധികം കാണാൻ വേണ്ടിയുള്ള കാഴ്ചകളുണ്ട്. നമ്മളിന്ന് പോകുന്നത് അധികം ആരും കണ്ടിട്ടില്ലാത്ത കുറച്ച് സ്ഥലങ്ങളിലേക്കാണ്. പ്രതീക്ഷിച്ചാലും കുറച്ച് വൈകിയാണ് ഇവിടുന്ന് യാത്ര പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത ഡെസ്റ്റിനേഷനിൽ വലിയ കാഴ്ചകളൊന്നും നമുക്കിന്ന് കാണാൻ സാധിക്കില്ല. നമ്മൾ ആദ്യം പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത ഉറവപ്പാറയിലേക്കാണ്. ഉറവപ്പാറ പോയിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും, അതൊരു ഹിൽ സ്റ്റേഷൻ പോലത്തെ ഒരു ഏരിയ ആണ്. അതിൻ്റെ ടോപ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ രാവിലെ ആണെങ്കിൽ നമുക്ക് നല്ല ക്ലൗഡ് ബെഡൊക്കെ കാണാൻ പറ്റും. അങ്ങനെ മൂവാറ്റുപുഴ എത്തിയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. മൂവാറ്റുപുഴയിലെ ഇഡ്ഡലി ഷോപ്പിലാണ് നിർത്തിയത്. നിങ്ങൾ മൂവാറ്റുപുഴ വഴി പോകുമ്പോൾ ഈ ഒരു ഷോപ്പിൽ കയറിയാൽ നല്ല ഫുഡ് കിട്ടും. പിന്നെ വരുവാണെങ്കിൽ രാവിലെ തന്നെ വരാൻ വേണ്ടി ശ്രമിക്കണം, കാരണം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. അതുമാത്രമല്ല ഇവിടുത്തെ പാർക്കിങ്ങും കുറച്ച് കുറവാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് കഴിക്കാൻ നിന്നില്ല, ഒരു മസാല ദോശ മാത്രമാണ് കഴിച്ചത്. മൂവാറ്റുപുഴയിൽ നിന്ന് നമ്മൾ പിന്നെ തൊടുപുഴ റൂട്ടിലേക്ക് തിരിഞ്ഞു. നമ്മൾ ആദ്യം പോകുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഉറവപ്പാറ വ്യൂ പോയിന്റ് ആണ്. ഉറവപ്പാറ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, രാവിലെ എത്തിയാലേ അവിടെ വലിയ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വലിയ വണ്ടികളൊന്നും ഇങ്ങോട്ടേക്ക് വരില്ല. ഈ ട്രാവലർ തന്നെ കുറച്ച് ബുദ്ധിമുട്ടിയാണ് മേളിലേക്ക് കൊണ്ടുവന്നത്. കാരണം നല്ല കുത്തനെയുള്ള കയറ്റമാണ്. അതുമാത്രമല്ല കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. അതുകൊണ്ട് തന്നെ ലോഡും വെച്ച് വണ്ടി ടയർ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചെന്ന സമയത്ത് അത്യാവശ്യം വെയിലുള്ളതുകൊണ്ട് തന്നെ നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. രാവിലെ ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തണുപ്പുണ്ട്, പിന്നെ നല്ല കാഴ്ചകളുമാണ്. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഉറവപ്പാറ വ്യൂ പോയിന്റ് എന്ന് അടിച്ചാൽ കറക്റ്റായിട്ട് ഈ ലൊക്കേഷനിലെത്താൻ സാധിക്കും. പിന്നെ ഇവിടെ വരുവാണെങ്കിൽ രാവിലെ വരാൻ വേണ്ടി നോക്കുക. അപ്പോൾ നല്ല ക്ലൈമറ്റാണ്. പിന്നെ അത്യാവശ്യം മഴയുള്ള സമയത്താണെങ്കിൽ ഇടിവെട്ടേക്കാൻ നല്ല സാധ്യതയുള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ട് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. മഴയും ഇടിവെട്ടുള്ള സമയത്ത് കഴിയുന്നത് ഇങ്ങോട്ടേക്ക് വരാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റിയൊരു ഏരിയ ആണിത്. പിന്നെ ഈ മലയുടെ മുകളിലായിട്ട് തന്നെ ഒരു അമ്പലമുണ്ട്. നിങ്ങൾ റീൽസിലൂടെയൊക്കെ ധാരാളം ഇത് കണ്ടിട്ടുണ്ടാവും. പിന്നെ നമുക്കിവിടെ താഴെ നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി അത്രത്തോളം കാണാൻ പറ്റണമെന്നില്ല. മലയുടെ മേലായതുകൊണ്ട് തന്നെ ഒരു ഡ്രോൺ ക്യാമറയൊക്കെ പറപ്പിക്കുവാണെങ്കിൽ നല്ല വിഷ്വൽ ബ്യൂട്ടി ആയിരിക്കും. പിന്നെ ഇവിടെ വരുവാണെങ്കിൽ തന്നെ വേസ്റ്റ് ഒന്നും ഇട്ടിട്ട് പോകരുത്. ഞങ്ങളിവിടെ വന്ന സമയത്ത് ധാരാളം ബിയർ ബോട്ടിലൊക്കെ പൊട്ടിക്കിടപ്പുണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി വ്യൂ ഉള്ളൊരു ഏരിയ ആണ്. നിങ്ങളിവിടെ അതിൻ്റെ ടോപ്പിൽ കയറുവാണെങ്കിൽ തൊടുപുഴ ടൗണൊക്കെ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. ഉറവപ്പാറ വ്യൂ പോയിന്റിലെ കാഴ്ചകളുണ്ട്. നമ്മൾ നേരെ പോകുന്നത് ഉറവപ്പാറ ക്ഷേത്രത്തിലേക്കാണ്. അവിടെ നിന്നൊരു 100 മീറ്റർ മാത്രം മാറിയാണ് ക്ഷേത്രം. ഇവിടെ നല്ല മഴയൊക്കെയുള്ള സമയത്താണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും. പിന്നെ ഡ്രോൺ ക്യാമറ പറത്തിയാൽ നല്ല വിഷ്വൽസും കിട്ടും. കുറച്ച് മുകളിലേക്ക് നടക്കാനുണ്ട്. പിന്നെ വരുന്നവരുടെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു റെയിലൊക്കെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഞങ്ങൾ ചെന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ നട അടക്കാൻ വേണ്ടി പോകുമായിരുന്നു. എന്നാലും ഒന്ന് കയറി കണ്ടേക്കാന്ന് കരുതി കയറിയതാണ്. അധികം ആളുകളൊന്നും വരാത്തൊരു ചെറിയ ക്ഷേത്രമാണിത്. ഈ പരിസരവാസികളും ഇവിടെ അടുത്തുള്ള ആൾക്കാർ മാത്രമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇങ്ങോട്ട് നടന്നു കയറാൻ വേണ്ടി കുറച്ചുണ്ട്, പക്ഷേ വണ്ടി വരുന്ന മറ്റൊരു റോഡും ഉണ്ട്. ശരിക്കും നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ്. ഇവിടെ അധികം വെയിലൊന്നും ഇല്ലാതെ രാവിലെയൊക്കെ വരുവാണെങ്കിൽ നല്ല കോടമഞ്ഞൊക്കെ കാണാൻ സാധിക്കും. അപ്പോഴായിരിക്കും ഈ ക്ഷേത്രം കാണാൻ വേണ്ടി കൂടുതൽ ഭംഗി. പിന്നെ ഇതിന് മുകളിലായിട്ട് തന്നെ ഒരിക്കലും പറ്റാത്തൊരു കുളമുണ്ട്. ഇതൊക്കെ ശരിക്കും നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഇതുപോലത്തെ മലയും അതിൻ്റെ മുകളിലൊരു അമ്പലവും ഇതുപോലത്തെ ഒരു കുളവും ഒക്കെ. ഉറവപ്പാറ കാണാൻ വേണ്ടി വരുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്ഷേത്രം കൂടി വിസിറ്റ് ചെയ്യുക. പിന്നെ രാവിലെ വരുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ കയറിയ ഭാഗത്തൂടെ അല്ല താഴത്തേക്ക് ഇറങ്ങുന്നത്. നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുറകിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കാണുന്ന വഴിയിലൂടെയാണ് താഴത്തേക്ക് ഇറങ്ങുന്നത്. നമ്മൾ വന്ന വണ്ടി വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ കിടക്കുവാണ്. വണ്ടി നേരെ താഴത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് വരാനാണെങ്കിൽ നേരെ ഫ്രണ്ടിൽ കാണുന്ന റോഡിലൂടെ വരുന്നതാണ് എളുപ്പം. വ്യൂ പോയിൻറ്റിൽ നിന്ന് കുറച്ചിങ്ങോട്ട് നടന്ന് വേണം വരാൻ വേണ്ടി. അധികം ആരും വരാത്തൊരു സ്ഥലമാണിത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു തോടാണിത്. ധാരാളം മീനുകളെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടുത്തെ വീടുകളാണെങ്കിലും വളരെ ചെറിയ ചെറിയ ഭംഗിയുള്ള വീടുകളാണ്. നല്ല ഭംഗിയും സമാധാനമുള്ള ഒരു സ്ഥലമാണിത്. തൊടുപുഴയിൽ തന്നെ ഇങ്ങനത്തെ ഒരു വ്യൂ പോയിൻ്റ് ഉള്ള കാര്യം അധികം ആർക്കും അറിയില്ല. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. നമ്മളിനി യാത്ര തുടങ്ങാൻ വേണ്ടി പോവാണ്. നമ്മളിനി അടുത്ത പോകുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇത്തിരി ദൂരം മാത്രം സഞ്ചരിച്ചാൽ എത്തുന്ന ഇടവെട്ടി നഗരവനമാണ്. ഇടവെട്ടി നഗരവനത്തിനെ പറ്റി അധികാരം കേട്ടിട്ടുണ്ടാവാൻ വഴിയില്ല. കൂടുതൽ ആൾക്കാരും വരാത്തൊരു സ്ഥലമാണിത്. നിങ്ങൾ ഭൂതത്താങ്കട്ടൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. ഇടമലയാറേക്ക് പോകുന്ന റൂട്ടിൻ്റെ അവിടെ തന്നെ ഒരു ഫോറസ്റ്റ് ട്രക്കിംഗ് കാണാൻ പറ്റും. അതുപോലത്തെ ഒരു ഏരിയ ആണിത്. ഇവിടെ കയറാൻ വേണ്ടി ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ എന്താണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ കാണാൻ മാത്രമായിട്ടൊന്നുമില്ല. ഇതുപോലെ കുറച്ച് നേരം പീസ്ഫുള്ളായിട്ട് തണലിലൂടെ നമുക്ക് നടക്കാനൊക്കെ സാധിക്കും. അത്യാവശ്യം നല്ല കട്ടയൊക്കെ പാകിയ നല്ല നീറ്റായിട്ടുള്ള ഒരു ഏരിയ ആണ്. കുറച്ച് നേരം പ്രകൃതിയൊക്കെ ആസ്വദിച്ച് നല്ല ഫ്രഷ് എയറൊക്കെ കൊണ്ട് നടക്കാൻ പറ്റിയൊരു ഏരിയ ആണിത്. ഈ ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ഞാൻ അധികം ആയിരിക്കും കണ്ടിട്ടില്ല.
ഇവിടെ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ കൂടുതലും കപ്പിൾ സ്പോട്ടാണ്. ധാരാളം കപ്പിൾസാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ ഫാമിലി ആയിട്ട് നമുക്ക് വരാൻ സാധിക്കും. കുട്ടികൾക്ക് വേണ്ടി ഒരു ചെറിയ പാർക്കൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബട്ടർഫ്ലൈ ഗാർഡനും പിന്നെ കുറച്ച് മരങ്ങളും സസ്യങ്ങളും ഒക്കെയാണ്. ഇവിടെ തുടക്കം തൊട്ട് അവസാനം വരെ ഇതുപോലത്തെ നടന്ന കാഴ്ചകൾ മാത്രമാണ്. നമുക്ക് വാഹനങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്യേണ്ടി വരും. അതിന് പ്രത്യേകിച്ച് ഫീസൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ടേക്ക് കയറി 40 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കാണാൻ മാത്രമുള്ള കാഴ്ചകളൊന്നും ഇവിടെ ഇല്ല. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് നേരം ഫ്രീ ആയിട്ട് വന്ന് ഇരിക്കണമെന്നാണെങ്കിൽ മാത്രം ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. അങ്ങനത്തെ കാഴ്ചകൾ കാണാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ തൊടുപുഴ യാത്രയിൽ ഈ ഒരു സ്ഥലം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കൂടുതൽ റീൽസ് എടുക്കാനൊക്കെ വേണ്ടിയാണ് ധാരാളം ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇത് മൊത്തം ഫോറസ്റ്റ് ഏരിയ ഒന്നുമല്ല. ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ ധാരാളം വീടുകളൊക്കെ നമുക്ക് കാണാനൊക്കെ സാധിക്കും. ടോട്ടലി ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് വെറും അരമണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കാം. ഇവിടെ നിന്ന് പോകുന്ന സ്ഥലമാണ് നമ്മുടെ ട്രിപ്പിലെ മെയിൻ ലൊക്കേഷൻ. ഇങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം കയറിപ്പോയത്. നമ്മളിനി പോകുന്നത് തൊടുപുഴയിലെ തന്നെ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത മലയിഞ്ചി എന്നൊരു ഗ്രാമത്തിലേക്കാണ്. ധാരാളം മലകളും പുഴകളും നിറഞ്ഞൊരു ഗ്രാമമാണ് മലയിഞ്ചി. പേരിൽ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്രാമമാണിത്. ഇവിടെ എന്താണ് കാണാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഒന്നും തന്നെ ഇല്ല. ഒരു വില്ലേജാണ്. അവിടെ കുറേ സമാധാനമുള്ള കാഴ്ചകളും കുറേ അരുവികളും മലകളും കാടും ഒക്കെ മാത്രമാണ് ഉള്ളത്. പോകുന്ന റൂട്ടുമൊക്കെ അതിമനോഹരമാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ദിവസത്തേക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണിത്. പ്രധാനമായും കൃഷിയാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഉപജീവന മാർഗം. പിന്നെ വളരെ വീതി കുറഞ്ഞൊരു വഴിയാണ്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ഓടിക്കാൻ വേണ്ടി. പിന്നെ കുറച്ച് നാൾ മുന്നേ ഞാൻ ഈ സ്ഥലത്തെ പറ്റി വായിച്ചൊരു കാര്യമുണ്ട്. ഇവിടെ നിന്ന് കൂടുതലായിട്ട് ഇപ്പോൾ ആൾക്കാർ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ആനകളുടെയും കാട്ടുപന്നിയുടെയൊക്കെ ശല്യം കൊണ്ടാണ്. ഇത് KSRTC സർവീസുള്ള റൂട്ടാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ധാരാളം മരമൊക്കെ വെട്ടിക്കയറ്റുന്ന ലോറികളും ഒക്കെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് മെയിനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ശുദ്ധമായ ജലത്തിൽ കുളിക്കാനൊക്കെ സാധിക്കും. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ നല്ല തടിയുടെ പരിപാടി കൂടുതലായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ധാരാളം തടി ഇതുപോലെ മുറിച്ച് വണ്ടിയിൽ കയറ്റുന്നതും മുറിച്ചിട്ടിരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് സ്ഥലത്ത് റംബൂട്ടാനൊക്കെ ഇതുപോലെ വലയിട്ട് മൂടിയിരിക്കുന്നതും നമുക്ക് കാണാം. നിങ്ങൾ മലയിഞ്ചി ലൊക്കേഷൻ ഇട്ടിട്ട് വന്നിട്ട് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണിത്. ഇതൊരു തൂക്കുപാലമാണ്. അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടി മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു തൂക്കുപാലമാണ്. വരുന്നവർക്ക് കയറി കളിക്കാനുള്ള ഒരു തൂക്കുപാലമല്ല. അതുകൊണ്ട് തന്നെ വരുന്നവർ നന്നായിട്ട് സൂക്ഷിക്കണം. ഈ പാലത്തിൻ്റെ അവിടെ തന്നെ ബോർഡുകളൊക്കെ വെച്ചിരിക്കുന്നത് കാണാം. ഒരു സമയത്ത് 2 പേർക്ക് മാത്രമേ ഇതിലൂടെ പോകാൻ പറ്റുള്ളൂ. കാരണം അത്രയും കട്ടി കുറഞ്ഞൊരു പാലമാണ്. കൂടുതൽ പേര് അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അപകടം വരാനോ അത് പൊട്ടി വീഴാനോ സാധ്യതയുണ്ട്. ആ പാലത്തിൻ്റെ താഴെയായിട്ടാണ് ഇതുപോലത്തെ ഒരു കാഴ്ചയുള്ളത്. നല്ല തെളിഞ്ഞ് നീരുറവ് പോലെ ഒഴുകുന്ന ഒരു അരുവി. നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങി കുളിക്കണമെങ്കിലും കുളിക്കാൻ പറ്റും. ഇപ്പം മഴ കുറവായതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് മാത്രമേ വെള്ളമുള്ളൂ. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും വെള്ളം കുറച്ച് അപകടമാണ്. അതുകൊണ്ട് തന്നെ വരുന്നവരെ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടി. അതിവിടെ എന്നല്ല, നമ്മളെവിടെ പോയാലും വളരെയധികം ശ്രദ്ധിക്കണം. എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണിത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും പോകാൻ തോന്നില്ല. ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയും ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കുറേ നേരം നമ്മളിവിടെ നിന്ന് പോകും. ഇവിടെ ആൾക്കാരൊക്കെ വന്നിരിക്കാൻ വേണ്ടി തന്നെ ഇവിടുത്തെ ആളുകളാണോ എന്നറിയില്ല, 2 ഊഞ്ഞാലൊക്കെ ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. അത് ഈ സ്ഥലത്തിന് കൂടുതൽ ഭംഗി കൊടുക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ചെന്ന സമയത്ത് ആകെ വേറൊരു കാറിന് വന്നൊരു ഫാമിലി മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവരും പറഞ്ഞത് അവർക്കും ഈ സ്ഥലത്തിനെ പറ്റി വലിയ പിടിയൊന്നുമില്ല. ഇതുപോലെ ചോദിച്ചു വന്നപ്പോൾ ഇവിടുന്ന് നാട്ടുകാർ പറഞ്ഞതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വളരെ സ്നേഹമുള്ള നാട്ടുകാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും വേസ്റ്റുകളോ മറ്റോ ഒന്നും തന്നെ ഇവിടെ ഇട്ടിട്ട് പോരുത്. അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടി ഈ സ്ഥലം ഒരിക്കലും മലിനമാക്കരുത്. കയറ്റമിറക്കമുള്ള വഴികളാണിത്. പിന്നെ വീതി കുറഞ്ഞതും. നിങ്ങൾ വരുവാണെങ്കിൽ കാറിനോ ബൈക്കിനോ വരുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ബസ്സിനൊക്കെ വരുവാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. പാർക്കിങ്ങിനൊക്കെ ആണെങ്കിലും സ്ഥലങ്ങൾ വളരെ കുറവാണ്. ഇതുപോലത്തെ റോഡുകളും കാഴ്ചകളൊക്കെയാണ് മലയിഞ്ചിയിലുള്ളത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാമം നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ കൂടുതലും ഇതുപോലത്തെ ഗ്രാമീണ കാഴ്ചകളൊക്കെ തന്നെയാണ്. നമ്മൾ പോകുന്ന വഴിക്കേണ്ട മറ്റൊരു ലൊക്കേഷനാണിത്. ഇതുപോലത്തെ ഒരു പാലവും അതിൻ്റെ താഴെയായിട്ട് ഒരു അരുവി ഒഴുകുന്നതും കാണാൻ പറ്റും. നമ്മൾ നേരത്തെ പോയ സ്ഥലത്തെന്ന് വെച്ചാൽ ധാരാളം പാറകളുണ്ട്. അതിൻ്റെ ഇടയിലൂടെയാണ് വെള്ളം വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഒഴുകുന്ന അരുവികളാണ്. നമുക്ക് ഇവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഞാൻ കുറച്ചുകൂടി എൻജോയ് ചെയ്തത് ഇവിടെ ഇറങ്ങി കുളിച്ചപ്പോഴാണ്. കാരണം വലിയ ആഴമൊന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണിത്. നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ നല്ല ആഴമുണ്ടെന്ന് തോന്നും. പക്ഷേ നമുക്ക് റിവർ ക്രോസ് ചെയ്ത് നടന്ന് ഇപ്പുറത്ത് വരാൻ പറ്റും. അത്രയും മാത്രമേ ഇപ്പോൾ നിലവിലൂടെ വെള്ളമുള്ളൂ. നല്ല മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വെള്ളം കൂടാനും കുറയാനും സാധ്യതയുണ്ട്. വരുന്നവർ അതും കൂടി കണക്കിലെടുത്ത് മാത്രം ഇറങ്ങുക. പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് നീന്താൻ അറിയാമെങ്കിൽ ഇറങ്ങുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നീന്തൽ അറിയാത്തവർക്കും വലിയ സേഫായിട്ട് ഇറങ്ങാൻ പറ്റിയൊരു ഏരിയ ആണിത്.
ഇവിടെ വന്നിട്ട് 1-2 മണിക്കൂർ ഇവിടെ തന്നെ എൻജോയ് ചെയ്തിട്ടാണ് തിരിച്ചു പോയത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളും കണ്ട് നമ്മളിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. നമ്മളിനി പോകുന്നത് ആനയാടിക്കുത്തിലേക്കാണ്. പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയതാണ്. ഇവിടെ ഹോട്ടൽസൊക്കെ വളരെ കുറവാണ്. ഉടുമ്പന്നൂർ എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയത്. ഇവിടെ തന്നെ നമുക്ക് ഇങ്ങനൊരു ഹോട്ടൽ കാണാൻ പറ്റും. ഇവിടെയാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഫുഡ് ഉണ്ടെന്ന് തോന്നിയൊരു ഹോട്ടൽ. ബാക്കിയെല്ലാം തിരക്ക് പിടിച്ച സ്ഥലങ്ങളിലാണ്, വണ്ടികൾ നിർത്താൻ പറ്റാത്ത ഒരു ഏരിയയിലാണ്. നമ്മളിനി പോകുന്നത് തൊടുപുഴയിൽ തന്നെയുള്ള ആനയാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഞാൻ കുറേ തവണ വന്നിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണിത്. പക്ഷേ ഇത്തവണ ഞാനിവിടെ ചെന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം നല്ല രീതിക്കുള്ള കുറേ മാറ്റങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. റോഡുകൾ പുതിയത് വന്നു, ധാരാളം കച്ചവടക്കാർ വന്നു. ഇവിടെയുള്ള കുറേ പേർക്ക് അതിലൂടെ നല്ലൊരു വരുമാനം കിട്ടിത്തുടങ്ങി. ആനയാടിക്കുത്ത് നമുക്ക് നീന്താൻ അറിയാൻ പാടില്ലാത്തവർക്ക് ഇതുപോലെ മേളിലൊക്കെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ വളരെ സേഫായിട്ട് സമാധാനമായിട്ട് ഇന്ന് കുളിക്കാൻ പറ്റും. വെള്ളച്ചാട്ടം പോയി വീഴുന്നത് താഴെയാണ്. താഴെ ഭാഗത്ത് പക്ഷെ നല്ല രീതിക്ക് തിരക്കാണ്. വലിയ തോതിൽ വെള്ളമില്ല, എന്നാൽ തീരെ കുറവൊന്നും പറയാൻ പറ്റില്ല. ഒരു മീഡിയം റേഞ്ചിലാണ് ഇപ്പോഴുള്ള ഇവിടുത്തെ അവസ്ഥ. ഞങ്ങളവിടെ പോയപ്പോൾ ധാരാളം പേര് ഇതുപോലെ മലയുടെ മുകളിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നതൊക്കെ കാണാൻ പറ്റി. പക്ഷേ നിങ്ങളാരും അങ്ങനെയൊന്നും ചെയ്യരുത്, നല്ല റിസ്ക്കാണ്. താഴേലേക്ക് വീണ് കഴിഞ്ഞാൽ നേരെ താഴെ പോയായിരിക്കും നിൽക്കുന്നത്. പോകുന്ന വഴിക്ക് ഇതുപോലെ മേളിലായിട്ട് തന്നെ ഒരു ചായക്കടയുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വൈബൊക്കെ കൊണ്ടൊക്കെ ഇരുന്ന് ചായ കുടിക്കണമെങ്കിൽ ഇവിടെ നിന്നൊരു നല്ല കട്ടൻ കാപ്പി മേടിച്ച് കുടിക്കാവുന്നതാണ്. ആനയാടിക്കുത്ത് മെയിൻ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മളിതുപോലെ കൽപ്പടവുകൾ ഇറങ്ങി താഴത്തേക്ക് പോകണം. താഴേലും ഒരു കടയുണ്ട്. ഞാൻ പണ്ട് ഇവിടെ വന്ന സമയത്ത് വളരെ ഒരു ചെറിയ കടയായിരുന്നു ഇത്. ഇപ്പം ഇതൊക്കെ മാറി നല്ല രീതിക്ക് ഡ്രസ്സ് മാറാനുള്ള സൗകര്യവും വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഈ വെള്ളച്ചാട്ടത്തിൽ നല്ല രീതിക്ക് കുളിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ വരുവാണെങ്കിൽ അതിരാവിലെ വരുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കണ്ട. അതുകൊണ്ട് തന്നെ രാവിലെ വന്നാലേ നിങ്ങൾക്ക് കുളിക്കാൻ സാധിക്കും. വൈകുന്നേരങ്ങളിൽ വന്നാൽ ഇതായിരിക്കും ഇവിടുത്തെ അവസ്ഥ. അപ്പം നിങ്ങളിനി തൊടുപുഴയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഈ ഒരു സ്ഥലങ്ങൾ മറക്കണ്ട. അപ്പോൾ ഇത്രയുള്ള ഒരു ചെറിയ വീഡിയോ. നമുക്കിനി മറ്റൊരു സ്ഥലത്തിൻ്റെ യാത്രയുടെ കാഴ്ചകളുമായിട്ട് കാണാം.